കാലത്ത് തന്നെ ചായക്കൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കണ കോലപ്പം തന്നെ ആവാന്ന് ചായക്കെന്ന് വിചാരിച്ചു. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഈ ചെരുപ്പിനെ പറ്റിയിട്ട്. അപ്പൊ ഈ ചെരുപ്പൊന്ന് വൃത്തിയാക്കിയിട്ട് തുന്നാൻ കൊണ്ടുപോകണം. ഇത് പൊട്ടിയുള്ള കാരണം കൊണ്ട് ഒരു കൊല്ലത്തോളം എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അമ്മ കാലത്ത് ചോറിക്കുള്ള ഉപ്പേരിക്കുള്ള സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുക. അമ്മാമ അതുപോലെ പുറത്തൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ ചെരുപ്പൊക്കെ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പലഹാരം പണിയാണ് ചേച്ചി കണ്ട. ചേച്ചി എന്ന് പറഞ്ഞു എടാ ഇന്ന് ഞണ്ടൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ചൊവ്വയും വെള്ളിയും ഞങ്ങൾ മീൻ മേടിക്കില്ല. ചെരുപ്പ് തുന്നാൻ കൊടുക്കണതിനൊപ്പം തന്നെ നമുക്കൊരു കടയിലും കൂടി കൊടുക്കാൻ കിട്ടാ. പക്ഷെ വണ്ടി എടുക്കാൻ നോക്കിയപ്പോഴാണ് തീരെ എയർലെന്ന് മനസ്സിലായത്. എല്ലാത്തിനും ഓരോ പരിഹാരങ്ങളുണ്ടല്ലോ. ഇത് നമ്മുടെ വീട്ടിൽ മാത്രമാണോ ചെയ്യാറ് അതോ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാ. അങ്ങനെ അത്യാവശ്യമുള്ള എയർ അതിലടിച്ച് കയറ്റിട്ടാ. ഈ ചെരുപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാ. അതുകൊണ്ട് എനിക്കിത് കളയാനും തോന്നുന്നില്ല. ഒരു 30 ഉറുപ്പിക ചെലവായാലും ഇനി ഒരു കൊല്ലം ഓടാനുള്ള സ്റ്റാമിന അതിനുണ്ട്. അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടാ. തുന്നാനും പുതിയ സിബ് വെക്കാനും ഒക്കെ ഞാൻ ഇവിടേക്ക് തന്നെ വരാറ്. കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് ഞാൻ ഈ കട വരുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഓരോന്ന് തുന്നാണ്ടെങ്കിൽ ഇവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മിനിറ്റിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തുന്നിത്തരും. സാധനം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പോയത് ഒരു അടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് കടയിലേക്കാണ്. അവിടുന്ന് കുറച്ച് ചട്ടിയും പിന്നെ ചെടിക്ക് നനയ്ക്കാനുള്ള ഒരു സാധനമാണ് ഞാൻ മേടിക്കാൻ വേണ്ടി പോയത്. എനിക്കുള്ള ഒരു ചെറിയ ചട്ടി ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പലഹാരമൊക്കെ കടയിൽ കൊടുത്തു വന്ന കാരണം കൊണ്ട് ഇതൊക്കെ ഇതിൽ ഇറക്കി വെക്കാൻ പറ്റി. അതൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന അടുത്താണ് ഒരു കാര്യം വിട്ടുപോയത്. ഹാർപ്പിക്കിന്റെ ജെല്ലി 5 ലിറ്ററോളം നമുക്കിത് കലക്കിയിട്ട് ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യാട്ടാ. ഇന്നലെ ഇട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റോഡൊക്കെ ക്ലീൻ ചെയ്യണത് എന്തിനാന്ന്. ഇളവള്ളിക്കാവ് ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഈ ഫെബ്രുവരി 21, 22. ഇതിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ക്ലീൻ ചെയ്യണത്, വേറെ കാര്യങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. വീട്ടിൽ വന്ന് കയറിയപ്പോൾ കുറച്ച് പുളിയൊക്കെ തൂക്കണ്ടായി. അപ്പോൾ ഓക്കെ ബൈ ട്ടാ.